നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി 4 ദിവസം നമ്മുടെ മാർക്കറ്റിൽ റാലി ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ചെറിയ തോതിലാണെങ്കിൽ കൂടിയും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയൊക്കെ ഇന്ന് പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടിയും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. സെൻസെക്സും നിഫ്റ്റിയും 0.5% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയൊക്കെ 0.2% നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നഷ്ടമുണ്ടായെങ്കിൽ കൂടിയും നിഫ്റ്റിക്ക് 25,500 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുവാനായിട്ട് സാധിക്കുക ഉണ്ടായി. ഇന്ന് ടാറ്റ കൺസ്യൂമർ, ആക്സിസ് ബാങ്ക്, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, ഹീറോ മോട്ടോകോർപ്പ്, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ട്രെൻഡ്, SBI, ഇൻഡസ് ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകളിൽ നേട്ടം കൈവരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. സെക്ടോറിയൽ വൈസ് നോക്കുമ്പോൾ PSU ബാങ്ക് ഇൻഡെക്സ് 2.5% നേട്ടം കൈവരിക്കുകയുണ്ടായി. തത്സമയം റിയാലിറ്റി, FMCG, ഓട്ടോ, മെറ്റൽ സെക്ടറുകളിൽ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾ പെർഫോം ചെയ്തു. മിഡ് ക്യാപ് 0.6% നേട്ടത്തോടു കൂടിയും സ്മോൾ ക്യാപ് 0.8% നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇന്ന് നിഫ്റ്റി ബാങ്കില് പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ടോപ്പ് ഗെയിനേഴ്സ്. തുടർച്ചയായി 5 ട്രേഡിംഗ് സെക്ഷനിൽ ഇന്നത്തെ റാലിയോട് കൂടിയിട്ട് PSU ബാങ്ക് സെക്ടറിന് നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ PCR, മാക്സ് പെയിൻ ഒക്കെ വൺ രീതിയിൽ മാറി മറിയുകയുണ്ടായി. എസ്പെഷ്യലി നിഫ്റ്റിയുടെയൊക്കെ അത് നമുക്ക് നാളത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഇന്ത്യ വിക്സിൽ വോൾട്ടാലിറ്റി അനുഭവപ്പെട്ടു. ഇന്ന് NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 1567 കമ്പനികൾ ഇന്ന് നേട്ടമുണ്ടാക്കിയപ്പോൾ NSEയിലെ 1106 കമ്പനികൾ നഷ്ടം നേരിടുക ഉണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സെൻ ടെക്നോളജീസ് കമ്പനിക്ക് ഡിഫൻസിന്റെ ഭാഗത്തു നിന്നും ഒരു പേറ്റന്റ് ലഭിക്കുകയുണ്ടായി ഡിഫൻസ് ടെക്കുമായിട്ട് ബന്ധപ്പെട്ട്. കർണാടക ബാങ്ക് ബോർഡുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് MDയും CEOയും രാജിവെക്കുകയുണ്ടായി. തൽഫലമായിട്ട് ഇൻട്രാഡേ ബേസിസിൽ 7% ഇടിവ് സ്റ്റോക്കിൽ കാണുവാൻ ഇടയായി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 600 കോടി രൂപ മുടക്കി 40 ഏക്കർ ഭൂമി ഹരിയാനയിലെ പാനിപ്പാട് എന്ന സ്ഥലത്ത് കമ്പനി വാങ്ങുക ഉണ്ടായി പുതിയ പ്രൊജക്ടിനായിട്ട്. ITD സിമെന്റേഷൻ കമ്പനിയുടെ സബ്സിഡറിക്ക് 540 മെഗാവാട്ട് സോളാർ മോഡുലർ കോൺട്രാക്ട് അമേരിക്കയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അഹുവാലിയ കോൺട്രാക്ട്സ് കമ്പനിക്ക് 1100 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. BHEL അദാനി പവറിന്റെ ഭാഗത്തു നിന്നും 6500 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. നമ്മൾ പ്രീ മാർക്കറ്റിൽ മെൻഷൻ ചെയ്തിരുന്നു. തൽഫലമായിട്ട് തന്നെ 3% റാലി സ്റ്റോക്കിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചു. ഏവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.